ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന്. എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്ന് നമുക്ക് നോക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്? സൗണ്ട് ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇത് മിക്കവാറും ഉള്ളതാണല്ലോ, അല്ലേ? നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നു. അത് നിമിത്തം നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായും വരുന്നു. മറ്റുള്ളവരുടെ ഒരു ഉപദ്രവം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഒരു വിനോദം പോലെ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് കബളിപ്പിക്കാനോ, അതുമല്ല എങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കബളിപ്പിച്ച് വാങ്ങിക്കാനോ, അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികമാകാം, മറ്റു ചില വിലപ്പെട്ട എന്തെങ്കിലും ഒന്നാകാം. അതുമല്ല എങ്കിൽ കള്ളം പറഞ്ഞ് ചില കാര്യങ്ങളിൽ നിങ്ങളെ കബളിപ്പിക്കാനുള്ള സാധ്യതയും ഇന്നത്തെ ദിവസം കാണുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് വളരെയധികം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഇന്നത്തെ ദിവസം. മനസ്സിലായി? നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് പെട്ടെന്ന് നിങ്ങൾ വിശ്വസിച്ച് ചാടി പുറപ്പെടാൻ പാടില്ല. ഒന്ന് ആലോചിക്കണം. എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ യാതൊരു പരിചയവും ഇല്ലാത്തവർ വന്ന് നമ്പർ ഇങ്ങോട്ടൊന്നും താ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനേ പാടില്ല. മനസ്സിലായി? അതുപോലെ അപരിചിതമായിട്ട് പരിചയപ്പെടാൻ വരിക, അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നിങ്ങളുടെ ബാഗ്, പേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അതെല്ലായ്പ്പോഴും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കണം. മനസ്സിലായി? അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇന്ന് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അതുപോലെ ഒരു കാർഡോടെ വന്നിട്ടുണ്ട്. ഇവിടെ ടോക്സിക് വിച്ചസ് ആണ് വന്നിരിക്കുന്നത്. ഡബിൾ എനർജിയാണ്. കണ്ട, ഇവിടെ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ആവശ്യമില്ലാത്ത ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാകും. അത് തന്നെയാണ് ഇവിടെ നമ്മൾ വീണ്ടും പറയുന്നത്, കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആവശ്യമില്ല, ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു നെഗറ്റീവ് എനർജി ലഭിക്കാനുള്ള സാധ്യത അതും വരാം. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിലായാലും വഴക്കിടുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അമ്മയാവാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാം, അവരുടെ റിലേറ്റീവ്സ് ആവാം, ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾ കൂട്ടത്തിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. നമ്മുടെ വാക്കുകളെ കൂടി ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും ആദരവുണ്ടാവുകയുള്ളൂ. അതല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ വരും നിങ്ങൾക്ക്. അതിന് മറുപടി പറയണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ എന്നുള്ള ഒരു അവസരത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് പാടില്ല. വളരെയധികം ക്ഷമയോടുകൂടി നിൽക്കുക, മൗനിച്ച് നിൽക്കുക. മൗനം വിദ്വാനുഭൂഷണം എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് മൗനം വേണ്ടിടത്ത് മൗനം പാലിക്കുക തന്നെ ചെയ്യണം. നിങ്ങളായിട്ടൊന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ രൂക്ഷമാക്കേണ്ടി വരുന്ന ഒരു അവസരത്തിലേക്ക് നീങ്ങാൻ പാടില്ല. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളായി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, സാമ്പത്തികം നിങ്ങളിലേക്ക് വരും. നിങ്ങൾ അതിനുവേണ്ടി പാടുപെടുന്നുണ്ട്. നിങ്ങൾ അത് നേടാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, ദൂരെ രാജ്യത്ത് പോയി നിങ്ങൾ മണി കൂടുതലായി ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുമല്ല എങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആരെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം തന്ന് സഹായിക്കുന്ന എനർജിയും ഇവിടെ കാണുന്നുണ്ട്. മനസ്സിലായി? പെന്റക്കിൾ എർത്ത് സൈൻ ആണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി.
ഇവിടെ വന്നിരിക്കുന്നത് ചാരിയറ്റാണ്. കണ്ടില്ലെങ്കിൽ ഇവിടെ വളരെയധികം സക്സസ്. ഇവിടെ നിങ്ങൾക്ക് യാത്ര പോകാനുള്ള എനർജിയാണ്. ഇവിടെയും കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ യാത്ര പോയി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചു തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. യാത്രയിലാണ് ഇവിടെ താല്പര്യം കൂടുതൽ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് നിങ്ങൾ ചിലപ്പോൾ വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള എനർജി ഉണ്ട്. അതുപോലെ തന്നെ പഠിച്ചിട്ട് ലൈസൻസ് എടുക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് അതിന് സാധ്യമാകുന്ന എനർജി ഇവിടെ ഉണ്ട്. ഇനി അതുമല്ല, നിങ്ങൾ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് നിങ്ങൾക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നു, എന്തെങ്കിലും ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ജോലിക്ക് വേണ്ടി പോകണം, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധ്യമാക്കണോ, അതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ, അതിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ചില എനർജീസ് ഇവിടെ കാണുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു റീയൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ, പുതിയതായിട്ട് വീണ്ടും നിങ്ങളുടെ ലൈഫ് ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം, വീണ്ടും അവരുമായിട്ട് ഒത്തുചേർന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെയും നിങ്ങൾക്കിത് ഇവിടെ സാധ്യമാകുന്നതാണ് എന്നാണ് കാണുന്നത്. സോറി. ഇവിടെ 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ വളരെയധികം സന്തോഷിക്കുന്ന എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നതാവാം, ചിലപ്പോൾ കുട്ടികളുടെ പേരിടയിൽ ബർത്ത്ഡേ, അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ആഘോഷിക്കുന്ന നിങ്ങൾ കൂടിച്ചേർന്ന്, കൂട്ടുകാർ ഒത്തുചേർന്ന്, ഫ്രണ്ട്സിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചേർന്ന് സന്തോഷിക്കുന്നു, ഒന്ന് ചേർന്ന് ആഹ്ലാദം അനുഭവിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതാവാം, അതുമല്ലെങ്കിൽ അതിലൊരു പ്രമോഷൻ ലഭിക്കാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ വീടിന്റെ പാലുകാച്ചലാവാം, അതുപോലെ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ജനനമാകാം, അതുപോലെ തന്നെ ചില വിവാഹ കാര്യങ്ങളിൽ ഉള്ള സന്തോഷം പങ്കിടുന്നതും ആവാം. മനസ്സിലായോ? അപ്പോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ സന്തോഷം അനുഭവിക്കും. അതുമല്ലെങ്കിൽ മറ്റു ചിലർ നിങ്ങളെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതാവാം, ഏതെങ്കിലും ഫംഗ്ഷന് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നതും ആവാം. അവിടെ പോയി നിങ്ങൾക്കും സന്തോഷം അനുഭവിക്കാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ഉല്ലാസയാത്ര നടത്തുന്നതാവാം, എവിടേക്കെങ്കിലും ഒരു യാത്ര പുറപ്പെടുന്ന എനർജിയും ആവാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളുമായി കൂടിച്ചേർന്ന് പോകുന്നതും കൂടിച്ചേർന്ന് ആഹ്ലാദിക്കുന്നതുമായ എനർജിയാണ് ഇവിടെയുള്ളത്. ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ആരോ നിങ്ങളിലേക്ക് സ്നേഹം കൊണ്ടുവരുന്നുണ്ട്. കണ്ടല്ലേ, ഇവിടെ ദൂരെയുള്ള ഏതോ വ്യക്തി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നുണ്ട്, അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വളരെയധികം ആകാംക്ഷയോടുകൂടി, വളരെയധികം സ്നേഹത്തോടുകൂടി നിങ്ങൾ ആർക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവർ നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് വന്നു ചേരും. വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്, എന്തോ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾ കാത്തിരുന്നത് സഫലമായി എന്നുള്ള ഒരു തോന്നലും നിങ്ങൾക്കുണ്ടാവും. അതിനുവേണ്ടി തന്നെ നിങ്ങൾക്കിവിടെ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ പുതിയ മാര്യേജ് പ്രപ്പോസൽ ആവാം, അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ചില വ്യക്തികളാവാം, നേരത്തെ തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ചില വ്യക്തികൾ നിങ്ങളെ കാണാൻ വരുന്നതും ആവാം, നിങ്ങളിലേക്ക് മെസ്സേജ് അയക്കുന്നതും ആവാം. എന്തായാലും നിങ്ങളിവിടെ കാത്തിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കപ്പ് വാട്ടർ സൈൻ ആണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ 2 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ മാത്രം നോക്കിയിരിക്കുകയാണ്, മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാൻഡിലാണ് കാണിച്ചിരിക്കുന്നത്, 2 തിരുനാളമുണ്ട്, പക്ഷെ ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതിലേക്കുള്ള ശ്രദ്ധ കൂടുതലാകുമ്പോൾ തന്നെയും അത് നിങ്ങൾക്ക് ഒരുപാട് ആവേശം തരുന്നു. നിങ്ങളുടെ ആവേശം ആളിക്കത്തുന്ന ഒരു എനർജിയാണിത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിലോ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എന്തോ ഒരു കാര്യത്തിന് മാത്രം വളരെയധികം വാൺസിന്റെ എനർജിയാണ്, പാഷനേറ്റ് ആണ് വളരെയധികം. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നു. എന്തായാലും നിങ്ങൾ വളരെയധികം ആവേശത്തോടുകൂടിയും ആകാംക്ഷയോടുകൂടിയും ഒരേ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം വന്നു ചേരുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾ എന്താണ് വെയിറ്റ് ചെയ്യുന്നത്, അത് വന്നു ചേരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം.
നിങ്ങളിവിടെ വന്ന് നിങ്ങളിവിടെ കാത്തിരിക്കുന്നത് നിങ്ങളെ വിട്ടുപോയ ഏതോ വ്യക്തിക്ക് വേണ്ടിയാണ്. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയിലാണ് എങ്കിൽ, നിങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ, അതുമല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും കോണ്ടാക്ട് ഇല്ലാത്ത ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടിയാണെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് ഏതോ വ്യക്തിക്ക് വേണ്ടിയാണെന്നാണ് കാണുന്നത്. അവർ നിങ്ങളുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റിൽ ഇല്ല, ചെറിയ കോണ്ടാക്ട് ആയിരിക്കാം, അതുമല്ല എങ്കിൽ ലെസ് കോണ്ടാക്റ്റും ആയിരിക്കാം. അങ്ങനെ ഒരു വ്യക്തി വന്നു ചേരുമോ എന്നുള്ള വളരെയധികം പ്രതീക്ഷയോടുകൂടി അതിലേക്ക് മാത്രം ഉറ്റുനോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് വന്നു ചേരും എന്നും കാണുന്നുണ്ട്. ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികത്തിന് വേണ്ടി കണ്ടില്ലേ ഇവിടെ കാത്തിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളൊരു ഹീലർ ആവാം, അതുമല്ല എങ്കിൽ ടീച്ചർ ആവാം. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ചിലപ്പോൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാവാം. എന്തോ ഒരു പുതിയ ജോലിക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടാവാം. ടീച്ചർ ജോലിയാവാം, അതുമല്ല നഴ്സ് ജോലിയാവാം, അതുമല്ല ഡോക്ടർ ആവാം, അതുമല്ല മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മറ്റുള്ളവർക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് സന്തോഷത്തെ കൊടുക്കാൻ മാത്രം ഉള്ള എന്തോ ഒരു ജോലിയാവാം നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ആ പ്രതീക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമാണ് ലക്ഷ്യം എന്നും കാണുന്നുണ്ട്. മനസ്സിലായി? നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടി കൂടുതലായിട്ട് ജോലി ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുവഴി നിങ്ങളിലേക്ക് കൂടുതലായിട്ട് മണി ഏൺ ചെയ്ത് കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇതുവരെ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള കാര്യമാവണം അത് നേടിയെടുക്കാൻ വേണ്ടി. മനസ്സിലാവും? ഒത്തിരി ത്യാഗം അല്ലെങ്കിൽ ഒത്തിരി ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. നിങ്ങളൊരു ജോലിക്ക് വേണ്ടി PSC ലിസ്റ്റിലൊക്കെ ഒരുപാട് കാലം കൊണ്ട് ലിസ്റ്റിലുണ്ട്, പക്ഷെ അതൊന്നും കിട്ടുന്നില്ല. ഒത്തിരി നാളുകളുടെ ടെസ്റ്റുകളൊക്കെ എഴുതി കാത്തിരിക്കുകയാണ്. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തോ ഒരു റിസൾട്ട് വരാനുള്ള സമയമായിരിക്കുന്നു. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വരും എന്നാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് ധാരാളമായിട്ട് മണി ഏൺ ചെയ്യാനും സാധിക്കും. അതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 9 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കണ്ടല്ലേ? ഇവിടെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികൾ, രാത്രി 2 മണി 3 മണി ഒക്കെ ഇങ്ങനെ നോക്കി കിടക്കുകയാണ്. കാരണം എന്താണ്? ഉറക്കം വരുന്നില്ല. അതുപോലെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. മാനസികമായ ആ ഒരു സംഘർഷം അനുഭവിക്കുന്ന ഒരവസ്ഥ, മാനസിക സംഘർഷം, മാനസിക സമ്മർദ്ദം ഒക്കെ അനുഭവിക്കുന്ന ഒരവസ്ഥയിൽ എവിടെയാണ് ഉറക്കം വരുന്നത്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നോ കോണ്ടാക്ട് ആയ വ്യക്തികളെ ഓർത്തിട്ടാവാം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ജോലി നിങ്ങൾ കാത്തിരിക്കുകയാവാം, അതുമല്ലെങ്കിൽ സാമ്പത്തികം നഷ്ടപ്പെട്ടതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാവാം. ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സംഘർഷത്തിലും കടന്നു പോകുന്ന ഒരു അവസ്ഥ വരുന്നത്. മനസ്സിലായി? ഇത് കുറച്ച് ദിവസം അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു വഴിയിലേക്ക് പോകാൻ സാധിക്കും. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് മാറിക്കിട്ടും എന്നുള്ളതാണ്. കാരണം ഇത് നിങ്ങളുടെ കർമ്മയാവാം. ഇതുപോലെ ഉറക്കമില്ലാത്ത രാത്രികൾ, അതാണ് ഏറ്റവും വലിയ കഷ്ടത. അപ്പോൾ മാനസിക സംഘർഷം, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, അത്തരമുള്ള അവസ്ഥ, ചീറ്റ് ചെയ്യപ്പെട്ടു, അതുമല്ലെങ്കിൽ മറ്റുള്ളവരുടെ അപവാദം കേട്ട് ഓർക്കും തോറും അത് തന്നെയാണ് ഇങ്ങനെ ആലോചനയിൽ വരുന്നത്, ഓർമ്മയിൽ വരുന്നത് അതൊക്കെ തന്നെയാണ്. മറ്റുള്ളവരുടെ അപവാദം, കുറ്റം പറച്ചിൽ, ഇതൊക്കെയാണ്. അപ്പോൾ താൻ പരാജയപ്പെട്ടു ഈ ജീവിതത്തിൽ എന്നുള്ള തോന്നൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തി വരുന്നു. ഇതൊക്കെ ആവുമ്പോൾ ഒരിക്കലും ഉറക്കം വരില്ല, ഭക്ഷണം ശരിയായിട്ട് കഴിക്കണമെന്ന് തോന്നുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഇതിനു വേണ്ടി എന്താണ് സൊല്യൂഷൻ എന്ന് ആലോചിച്ച് ഇങ്ങനെ കുറേ ദിവസങ്ങൾ കഴിച്ചു കൂട്ടും. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്താണ് നമുക്ക് എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാവേ.
ഇവിടെ ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങളൊരു ജോലിക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടാവണം, മുന്നോട്ട് വരണം, സമൂഹത്തിൽ എനിക്ക് മുന്നോട്ട് വരണം, എനിക്കൊരു പേരെടുക്കണം, അങ്ങനെ ചില കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവണം, ജോലിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവണം. അവിടെ നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയും നിങ്ങളുടെ കർമ്മ കുറച്ചൊക്കെ റിലീസ് ആവുന്ന സമയമായി വരുന്നുണ്ട്. അത് റിലീസ് ആവുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോഴേക്കുണ്ടല്ലോ ഒരുപാട് ആവേശമാണ് പല കാര്യങ്ങളും വന്നു ചേരാൻ, അല്ലെങ്കിൽ പലരോടും പല കാര്യങ്ങൾ പറയാനുമായിട്ട് ഒരുപാട് ആവേശപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എന്താണോ ഒരു ന്യൂസ് എന്നിലോട്ട് വരുന്നത്. മനസ്സിലായി, ആരെങ്കിലും ഒരു ന്യൂസ് എന്നിലോട്ട് കൊണ്ടുവരുന്നുണ്ടോ, സന്തോഷകരമായ ന്യൂസ് കൊണ്ടുവരുന്നുണ്ടോ, ഞാൻ ഇപ്പോൾ എന്താണ് നേടേണ്ടത്, അത് എന്നിലേക്ക് വന്നു ചേരുമോ എന്നൊക്കെയുള്ള ഒരു കാത്തിരിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് വരാം, ഒരു കാൾ വരാം. അത്രമാത്രം ആവേശത്തോടുകൂടി നിങ്ങളിവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. തീർച്ചയായിട്ടും അത് വളരെയധികം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ വളരെയധികം ആവേശത്തോടുകൂടി എന്താണെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. മനസ്സിലായി, അത്തരം ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇത്രമാത്രം ആവേശത്തോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, വന്നു ചേരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു സക്സസ് ആണ്. നിങ്ങൾ എന്തെങ്കിലും എക്സാം എഴുതിയിട്ട് നോക്കിയിരിക്കുകയാവാം, അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതോ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാവാം, അതുമല്ല എങ്കിൽ ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനുള്ള എനർജി ആവാം, അതുമല്ല വാഹനത്തിന്റെ ലൈസൻസിന് വേണ്ടി നോക്കിയിരിക്കുകയാവാം. അങ്ങനെ പല കാര്യങ്ങളിൽ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നത് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ പുതിയ ജോലിയാവാം, ചിലപ്പോൾ അതുമല്ല എങ്കിൽ ചിലപ്പോൾ വാഹനം വാങ്ങിക്കുന്ന എനർജി ഉണ്ട്, വാഹനം വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിൽ ആവാം. എന്തായാലും നിങ്ങളിവിടെ വളരെയധികം ആവേശത്തോടുകൂടി കാത്തിരിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് കാണുന്നത്. ഒറക്കിൾ കാർഡ്സ് ഒന്ന് നോക്കാവേ. കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത്. 2-3 കാർഡ്സ് എടുക്കാവേ. ന്യൂ വിഷൻ ആണ്. ഗോയിങ് വിത്ത് ദ ഫ്ലോ. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കണ്ടില്ലേ, ഇവിടെ നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും, നല്ലൊരു മാറ്റം നിങ്ങൾക്ക് സ്വയം കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു ജന്മത്തിൽ നിന്നും നിങ്ങൾ മാറ്റം വരുത്തേണ്ടത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എന്താണ്? കമ്പാരിസൺ ആണ്. നിങ്ങൾ പലരെയും കമ്പയർ ചെയ്ത് ആശ്വസിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കുട്ടികളെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ ചേർത്ത് കമ്പയർ ചെയ്യുന്നുണ്ടാവാം. മനസ്സിലായിട്ട് അവർ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ അതുമല്ല എങ്കിൽ വീട്ടുകാരുടെ കാര്യത്തിലായാലും അവരെ കണ്ടുപഠിക്കുക, ഇവരെ കണ്ടുപഠിക്കുക, നമുക്കൊക്കെ ഉള്ള ഒരു സ്വഭാവമാണല്ലോ, അല്ലേ? പക്ഷെ അങ്ങനെയൊന്നും കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നമുക്കുള്ളത് നമുക്ക് വന്നു ചേരും. മനസ്സിലായി, ജെനുവിനായിട്ടുള്ളതാണ് ചില സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഷേപ്പ് ജെനുവിനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. തടി കൂടുതലോ തടി കുറവോ ഇതൊക്കെ നമ്മളൊന്നും വലിച്ചു വാരി കഴിച്ചിട്ടല്ല ചിലർക്ക് തടി കൂടി വരുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ളത് നമുക്കിവിടെ ജന്മനാ കിട്ടി വരുന്ന ചില സ്വഭാവങ്ങൾ തന്നെയാണ്. അതുമല്ല എങ്കിൽ മറ്റു ചിലർക്ക് എന്തെങ്കിലുമുള്ള സംസാര രീതി തന്നെ ചിലർക്ക് ജെനുവിനായിട്ട് കിട്ടുന്നതാണ്. മനസ്സിലായോ? അങ്ങനെയുള്ള ജെനുവിനായിട്ട് കിട്ടുന്ന ബുദ്ധി തന്നെ അതുപോലെ തന്നെ. എല്ലാവരുടെയും മക്കൾ ഒരേപോലെ പഠിച്ചു വരണമെന്നൊന്നുമില്ല. ചില കുട്ടികൾക്ക് ബുദ്ധി കൂടുതലായിരിക്കും, ചില കുട്ടികൾക്ക് ഒരു തവണ കേട്ടാൽ അത് അപ്പോഴേ തന്നെ ഗ്രഹിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കുന്നുണ്ട്. ചില കുട്ടികൾക്ക് എത്ര തവണ പഠിച്ചു കഴിഞ്ഞാലും അത് തലമണ്ടയിൽ നിൽക്കുന്നില്ല. മനസ്സിലായി, അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. അതുപോലെ തന്നെ എത്ര കഴിച്ചാലും ചില നന്നാകാത്ത കുട്ടികളുണ്ട്, ഒന്നും കഴിക്കാതെയും നന്നായിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒന്നും സാധിക്കില്ല. അത് വെറുതെയാണ് അങ്ങനെ
കമ്പാരിസൺ നടത്തുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്, അവരവരുടേതായ വ്യക്തിത്വവും ഉണ്ട്. മനസ്സിലായോ? അത് മനസ്സിലാക്കുക. ന്യൂ വിഷൻ, ജീവിതത്തിലൊരു പുതിയ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ പോകുന്നത് ഏറ്റവും നന്നായിരിക്കും. കാരണം ഇതുവരെയുള്ള കാര്യത്തിന് മുന്നോട്ട് പോകാൻ സന്തോഷം ആവശ്യമാണ്. അതിനൊരു പുതിയ വഴിത്തിരിവും ആവശ്യമാണ്. പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ്. പുതിയൊരു കാഴ്ചപ്പാടിലൂടെ, ഇതുവരെ നിങ്ങൾ കഴിഞ്ഞിരുന്ന ആ ഒരു കാഴ്ചപ്പാടിലൂടെ അല്ലാതെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവെങ്കിൽ, കാരണം നിങ്ങൾ സ്വയം ഒരു ബൗണ്ടറിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഉള്ളത് കൊണ്ട് മതി, ഉള്ളത് കൊണ്ട് ജീവിക്കാം എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മാറ്റം കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കഴിയും മറ്റെന്തെങ്കിലും കൂടെ ചെയ്ത് കൂടുതലായിട്ട് മണി ഏൺ ചെയ്ത് മുന്നോട്ട് പോകാനും ജീവിതത്തെ കുറച്ചുകൂടി അഭിവൃദ്ധിപ്പെടുത്താനും നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതാണ്. അത് അങ്ങനെ ചെയ്തേ മതിയാവൂ, അത് അങ്ങനെ ചെയ്യണം. മനസ്സിലായി? അല്ലാതെ ഒരു ചെറിയ ജോലിയുണ്ട് അതും കൊണ്ട് ജീവിതകാലം മുഴുവൻ കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിലൂടെ കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും കൂടെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര പരിശ്രമിച്ചിട്ട് കൂടുതലായിട്ട് മണി ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി സന്തോഷത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇതുവരെയുള്ള ആ കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റി നോക്കൂ. ഇതുവരെയുള്ള കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ എന്താണ്, വൈകിട്ട് ഇത്ര മണിക്ക് ഭക്ഷണം കഴിച്ചു, ഇത്ര മണിക്ക് കിടന്നുറങ്ങി, കൂടുതലായിട്ട് ഫോണിങ്ങനെ നോക്കിയിരിക്കുന്നു, അങ്ങനെ. അപ്പോൾ അതെല്ലാം കുറയ്ക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് അനാവശ്യകരമായ കാര്യങ്ങളെ ഒഴിവാക്കാം. മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങാൻ വേണമെങ്കിൽ ഇന്നു മുതൽ ഞാനത് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത് വളരെ നല്ലതാണ്. ഇവിടെ ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്. എല്ലാവരും ഒരേപോലെ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് നീന്തു എന്നാണ് പറയുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാ വീഡിയോസും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം അതിലെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്, മറന്നു പോകാൻ പാടില്ല. മനസ്സിലായി? ആദ്യം തന്നെ നിങ്ങൾ വേണമെങ്കിൽ ഇത് ലൈക്ക് ചെയ്തിട്ട് വേണം വീഡിയോ കാണാൻ. അതുപോലെ കമൻ്റ് ഇടുന്നത് യൂണിവേഴ്സിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമായിട്ട് തന്നെ കരുതണം. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.